നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. CJPയുടെ നീക്കങ്ങൾ ഡൽഹിയെ യുദ്ധക്കളമാക്കാൻ ലക്ഷ്യമിട്ടുള്ള കലാപ നീക്കം എന്ന് കൃത്യമായി പറയാം. കാരണം ഖാലിസ്ഥാൻ വിഘടനവാദികളുടെയും തീവ്രവാദ സ്വഭാവ സംഘടനകളുടെയും തീവ്ര ഇടത് സംഘടനകളുടെയും സാന്നിധ്യം. കോക്രോച്ച് ജനതാ പാർട്ടി പാർലമെന്റ് മാർച്ചിന്റെ മഴവിൽ അഴിച്ചുവിട്ടത് വ്യാപക അക്രമം. പൊളിഞ്ഞതോടെ പോലീസിന് നേരെ അക്രമം അഴിച്ചുവിട്ടു. പോലീസ് വാഹനങ്ങൾ തകർത്തു. കുരുമുളക് സ്പ്രേ പ്രയോഗവും കല്ലേറും ചെരുപ്പേറും അക്രമത്തിൽ നിരവധി പോലീസുകാർക്ക് പരിക്കേറ്റു. അക്രമം അതിരുവിട്ടപ്പോൾ സമരപ്പന്തൽ അടക്കം പൊളിച്ചുമാറ്റി പോലീസ്. ദേശീയ പതാകയുമായി നേപ്പാൾ മോഡൽ കലാപം എന്നാക്രോശിച്ചാണ് അക്രമം അഴിച്ചുവിട്ടത്. ഭീം ആർമി പാർട്ടി നേതാവ് ചന്ദ്രശേഖർ, നിരന്തരം രാജ്യവിരുദ്ധ പരാമർശം നടത്തുന്ന നടൻ പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ളവരുടെ സമരപ്പന്തലിലെ സാന്നിധ്യവും ദുരൂഹത ഉയർത്തിയിട്ടുണ്ട്. കൂടാതെ സമരം പൂർണ്ണമായ അക്രമത്തിലേക്ക് നീങ്ങിയത് CPM ദേശീയ നേതാക്കളായ MA ബേബി, ബൃന്ദ കാരാട്ട് എന്നിവർ സമരപ്പന്തലിലേക്ക് എത്തിയ ശേഷമാണ്. പക്ഷെ അവതാരക രഞ്ജിനി ഹരിദാസ് സോനം വാങ്ചുക്കിനെ ഒരു ശവശരീരം പോലെ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടപ്പോഴാണ് CJP സമരത്തിൽ ഇടപെടണമെന്ന് തോന്നിയതെന്ന്. പഹൽഗാമിൽ പാക് ഭീകരർ ഇന്ത്യക്കാരെ വെടിവെച്ചപ്പോൾ തിളയ്ക്കാത്ത രഞ്ജിനി ഹരിദാസിന്റെ രക്തം ഇപ്പോൾ തിളച്ചു മറിയുകയാണ്. കല്ല് നിറച്ചൊരു ലോറിയും കൊണ്ടുവന്ന് അവർ തന്നെ ആളുകളെ കൊണ്ട് വിദ്യാർത്ഥികളെ എറിയിക്കുന്നു എന്ന്, സമരക്കാർ അക്രമം നടത്തുന്നു എന്നും പറഞ്ഞ് അവർക്കെതിരെ ലാത്തിചാർജ് നടത്തുന്നു. ഇതെന്താണ്, വെള്ളരിക്കാ പട്ടണമോ? ആരും തിരിച്ചടിക്കുന്നില്ല, അടിച്ചോ എന്ന് പറഞ്ഞ് നിന്നുകൊടുക്കുകയാണ്. CJM സമരത്തെ 100% ന്യായീകരിച്ചുകൊണ്ട് ഒരു പ്രസ്താവനയും. CCTV ക്യാമറകളിൽ തെളിഞ്ഞു കാണുന്ന ദൃശ്യങ്ങൾക്കെതിരെയാണ് രഞ്ജിനി ഹരിദാസ് സംസാരിക്കുന്നത്. രഞ്ജിനി ഹരിദാസിനൊപ്പം നടി സിജാജ് റോസും ഉണ്ടായിരുന്നു. ഇതോടെ ഉയർന്നിരിക്കുന്ന ചോദ്യം ബാഹ്യമായ സ്വാധീനമാണോ അതോ സ്വയം എടുത്ത തീരുമാനമാണോ രഞ്ജിനിയുടേത് എന്നാണ്. കാരണം ലഡാക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സോനം വാങ്ചുക്കിന്റെ ചരിത്രം തന്നെ. വാങ്ചുക്കിന് ലഡാക്കിൽ 2 സംഘടനകളാണുള്ളത്. SECMOL സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്കും HIAL ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ലഡാക്കും. ഈ 2 സംഘടനകളും നേരിട്ടും പരോക്ഷമായും വിദേശ ഫണ്ടുകൾ വൻതോതിൽ കൈപ്പറ്റുന്നവരാണ്. ഫോർഡ് ഫൗണ്ടേഷൻ, റോക്ക് ഫെല്ലർ ഹിലാന്തോപ്പി അഡ്വൈസേഴ്സ് എന്നീ സംഘടനകളും ജോർജ് സൊറോസസ് എന്ന NGOകളെ തീറ്റിപ്പോറ്റുന്ന അമേരിക്കൻ ശതകോടീശ്വരനും സോനം വാങ്ചുക്കിന്റെ സംഘടനകൾക്ക് വൻ തുക സംഭാവന നൽകുന്നുണ്ട്. പക്ഷേ ഈ ഫണ്ടുകൾ വാങ്ങുന്നവരുടെ പ്രവർത്തനങ്ങൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് കണ്ടതോടെയാണ് ഇവരെയെല്ലാം നിരീക്ഷണ ലിസ്റ്റിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കോടികളുടെ ആസ്തി വാങ്ങി പ്രവർത്തിച്ചിരുന്നവരുടെ ഫണ്ട് നിലച്ചപ്പോൾ മോദി സർക്കാരിനെതിരെ പല രീതിയിൽ ഇവർ സമരം നടത്തുകയാണ്. SIT എന്ന മറ്റൊരു അമേരിക്കൻ സംഘടനയുണ്ട്. അമേരിക്കക്കാർക്ക് വിദേശത്ത് ഉപരിപഠനത്തിനു കൂടി സഹായം നൽകുന്ന സംഘടനയാണിത്. വിദേശത്തുള്ള മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ചേർന്നായിരിക്കും പഠനം. ഇങ്ങനെ ലഡാക്കിലുള്ള വാങ്ചുക്കിന്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പഠിക്കാനെത്തിയ അമേരിക്കക്കാരി റെബേക്ക നോർമൻ ലഡാക്കിലെത്തിയ ശേഷം സോനം വാങ്ചുക്കുമായി പ്രണയത്തിലായി. ഈ സ്ത്രീയാണ് സോനം വാങ്ചുക്കിന്റെ ആദ്യ ഭാര്യ. ഇവരിലൂടെയാണ് സോനം വാങ്ചുക് വിദേശ ഫണ്ട് വാങ്ങാൻ പഠിച്ചത്. ഇവർ വഴിയാണ് SITയിലേക്ക് ഫോർഡ് ഫൗണ്ടേഷൻ ഫണ്ട് സോനം വാങ്ചുക് വാങ്ങിയിരുന്നത്. പിന്നീട് റെബേക്ക നോർമനും സോനം വാങ്ചുക്കും വിവാഹമോചിതരായി. ഇതിനുശേഷമാണ് 2025 ഇപ്പോഴത്തെ ഭാര്യയായ ഡോക്ടർ ഗീതാഞ്ജലി ആക്മയെ വിവാഹം കഴിക്കുന്നത്. CJP പാർട്ടിയിലൂടെ ഒരു അവസരം കൈവന്നപ്പോൾ സോനം വാങ്ചുക് ആ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചു എന്നേയുള്ളൂ എന്നതാണ് വാസ്തവം. വാങ്ചുക്കിനെ കേന്ദ്ര സർക്കാർ അറസ്റ്റ് ചെയ്ത് നീക്കിയത് ജയിലിലേക്കല്ല, സഫ്ദർജംഗ് ആശുപത്രിയിലേക്കാണ്. അവിടെ വാങ്ചുക്കിന് വിദഗ്ധ ചികിത്സയാണ് കിട്ടുന്നത്. ഇക്കാര്യം ഡൽഹി കോടതിയെ സഫ്ദർജംഗ് ആശുപത്രിക്കാർ അറിയിച്ചതുമാണ്. ഇതിനെതിരെയാണ് രഞ്ജിനി ഹരിദാസ് വെള്ളവസ്ത്രത്തിൽ ഒരു ശവത്തെ കൊണ്ടുപോകും പോലെ വാങ്ചുക്കിനെ കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ മനസ്സലിഞ്ഞ് താൻ CJP സമരത്തിൽ പങ്കെടുക്കാൻ തിങ്കളാഴ്ച ഡൽഹിയിൽ എത്തിയതെന്ന് പ്രതികരിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.